ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈസ്റ്റർ പർച്ചേസിങ്ങും പിന്നെ ഒരു ഡെക്കോർ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്കറിയാം, ഞാൻ ഈസ്റ്ററിൻ്റെ സമയത്താണെങ്കിലും ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും പോകുന്ന ഒരു 3-4 ഷോപ്പുകളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഇത് കുര്യൻ ക്യൂരിയോസ്. അവിടെ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല പോട്ടുകളും ഒക്കെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആദ്യം പോയത് അങ്ങോട്ടാണ് കേട്ടോ. ഈ ഷോപ്പിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അറിയാം, ഞാൻ ക്രിസ്മസിൻ്റെ സമയത്തും ഈസ്റ്ററിൻ്റെ സമയത്തും ഒക്കെ ഇതിനു മുമ്പ് ഞാൻ ഈ ഷോപ്പ് കാണിച്ചിട്ടുണ്ട്. ഇവർക്ക് ബ്ലൂ പോട്ടറിയുടെ ഒരു സെക്ഷൻ ഉണ്ട്. അതല്ലാതെ ക്രിസ്മസ് ഡെക്കറേറ്റിംഗ് ഐറ്റംസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവും. ഇത് കാണുന്നത് ഇപ്പോൾ ഈസ്റ്റർ ഡെക്കറേഷൻസ് ആണ്. അതല്ലാതെ നമുക്ക് നോർമലായിട്ട് വീട്ടിലേക്ക് ഇപ്പോൾ നമുക്ക് മേടിക്കുന്ന കുക്കിംഗ് പാത്രങ്ങളല്ലാതെ നമുക്ക് സെർവിങ് ബൗളുകളും പ്ലേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അത് കൂടുതലും പ്ലെയിൻ ആയിരിക്കും ഉണ്ടാവുക ആ ഐറ്റംസുകൾ. അതല്ലാതെ നമുക്ക് സെർവിങ് സ്പൂൺസൊക്കെ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈസ്റ്ററിൻ്റെ ടൈമിൽ നമുക്ക് എന്താണ് പറയുക, നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ. നമുക്ക് സെർവിങ് ട്രേകളും പ്ലേറ്റ്സും എല്ലാം നമുക്ക് കിട്ടും. ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പം ഒരുപാട് കളേഴ്സൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈസ്റ്ററിൻ്റെ ടൈമിലേക്ക് പറ്റുന്ന മാതിരിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള, അതായത് ലൈറ്റ് ബ്ലൂ, ലൈറ്റ് പിങ്ക്, പീച്ച്, ലൈറ്റ് ഗ്രീൻ, അങ്ങനെയുള്ള ഷെയ്ഡ്സിലൊക്കെയുള്ള യെല്ലോ ഒക്കെ കൂടിയ ഒരുപാട് കളക്ഷൻസും നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വർഷവും വരാറുണ്ട്. ഈസ്റ്ററിൻ്റെ സമയത്തും ക്രിസ്മസിൻ്റെ സമയത്തും അല്ലാത്തപ്പോഴും വരാറുണ്ട് കേട്ടോ. കാരണം ഇവരുടെ ഇവിടെ ഓരോ സമയത്തും ഡിഫറെൻറ്റ് കളക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഞാനപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ നമ്മൾ ഒരു പ്രാവശ്യം ഷോപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ക്രിസ്മസിൻ്റെ ടൈമിലേക്ക് വേണ്ട സാധനങ്ങളാണെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല ഇപ്പോൾ ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പം ഒരു പ്രാവശ്യം വന്നാൽ നമുക്ക് പല പല സമയത്തേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസുകൾ നമുക്ക് 1-2 ഒക്കെ ആയിട്ട് മേടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു പ്രൈസ് റേഞ്ച് എപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നതാണ്. നമുക്കതിൻ്റെ പുറത്ത് അവർ കോഡാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കണം ഇതിന് എത്രയാണ് പ്രൈസ് എന്നുള്ളത് ചോദിക്കണം. എന്നിട്ട് നമ്മുടെ ബഡ്ജറ്റിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. അറൗണ്ട് ഒരു 250-200 തൊട്ടിട്ട് നമുക്ക് നല്ല റേറ്റ് വരുന്ന ഐറ്റംസുകൾ വരെ ഉണ്ട്. അപ്പം നമുക്ക് ഭയങ്കര വിലയുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരുടെയും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം ഷോപ്പിൽ വന്നിട്ട് അതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇവർക്ക് ഓൺലൈനിൽ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്കറിയില്ലേ. ഇതാണ് ഞാനിപ്പോൾ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറേ പോട്ടുകളുടെ കളക്ഷൻസാണ് നേരത്തെ കണ്ടത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള പോട്ടുകൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അതല്ലാതെയുള്ള ടൈമിലുള്ളതൊക്കെയാണ് നമുക്ക് എപ്പോഴും ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഈ കുഞ്ഞു മഷ്റൂംസ്, പിന്നെ ഈ കോക്ക്, ഹെന്ന്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഈ സെറാമിക്കിൻ്റെ ഐറ്റംസുകളാണ് കൂടുതലുള്ളത്. വുഡിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. വുഡിൻ്റെ വളരെ ഒരു കുറവാണ്. എന്നാലും സെറാമിക്കിൻ്റെ ഐറ്റംസുകളാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. വുഡിൻ്റെയും ഉണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ വുഡിൻ്റെ കുറച്ച് ഐറ്റംസുകളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഞാൻ പോയത് നമ്മുടെ ഈസ്റ്ററിൻ്റെ കളക്ഷൻസ് മേടിക്കാനും നോക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മാതിരിയായിരിക്കും ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ വർഷം മേടിക്കുമ്പോഴും നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ കയ്യിൽ സാധനങ്ങൾ കൂടി വരും കേട്ടോ. ഇത് കണ്ടോ, നല്ല ഈസ്റ്റർ എഗ്സ് ഉണ്ട്. നല്ല കനം കുറഞ്ഞതുകൊണ്ട് ഇതിപ്പോൾ ഈ കാണിക്കുന്നത് നല്ല കട്ടിയുള്ള ടൈപ്പാണ്. ചെറിയ എഗ്ഗുകളാണെങ്കിലും നല്ല കട്ടിയുണ്ട് അതിനൊക്കെ. ഈ ഫ്ലവർ വെച്ചിട്ടുള്ള എഗ്ഗൊക്കെ ഭയങ്കര കനം കുറഞ്ഞ് അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ സാധനങ്ങൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് സൂക്ഷിച്ച് അത് ബബിൾ റാപ്പൊക്കെ ചെയ്ത് സൂക്ഷിച്ച് എടുത്ത് വെക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈസ്റ്ററിൻ്റെ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നത്. എനിക്കിതൊരു തരം ഹെവനിലേക്ക് ചെന്ന മാതിരത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ. അപ്പോൾ ചുമ്മാതെ ആണെങ്കിലും ഞാനൊന്ന് ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് പോയി നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കി 1-2 ഐറ്റംസൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് ഒക്കെ നമ്മൾ പോരുമ്പം ഞാൻ മെൻ്റലി ഒന്ന്
നന്നായിട്ട് ഫ്രഷ് ആകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുള്ള മാലാഖമാരുടെ സെക്ഷൻ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഷോർട്സും ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ടൈമിലുള്ളതൊക്കെ ആയിട്ട്. ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് മാലാഖമാർ പല 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 വിധത്തിലുള്ളതുണ്ട്. മാലാഖമാരൊക്കെ അത്യാവശ്യം പ്രൈസൊക്കെ ഉള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയൊരു ഷോപ്പാണ് വുഡ് ആപ്പിൾ. ഇവരുടെയും ഇൻസ്റ്റയിൽ നിങ്ങൾ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പുതിയ കളക്ഷൻസ് വരുമ്പോൾ എല്ലാം അവർ അതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പോയിട്ട് മേടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവരുടെ ഒരു കളർ തീമും കാര്യങ്ങളും എല്ലാം ഇട്ടിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് മേടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വുഡ് ആപ്പിളിലും കൂടി പോയി കേട്ടോ. ഇവിടെ കൂടുതലും നമുക്ക് ഈ സെറാമിക്കിൻ്റെ പോട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ മറ്റോടത്ത് കണ്ട കുര്യൻ ക്യൂരിയോസിൽ കണ്ട ഒരു തീമുമായിട്ട് നമുക്ക് ഇവിടെ മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റർലി വേറെ ഒരു തീമാണ് വരുന്നത്. ഇതിൽ നല്ല വലിയ വലിയ പോട്ടുകളും പിന്നെ ഈ നല്ല വെയിറ്റുള്ള പോട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റ്സും കിച്ചണിലേക്ക് വേണ്ട പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒപ്പം തന്നെ നമുക്ക് ഈ ഫില്ലേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകൾ പിന്നെ ഫ്ലവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതല്ലാതെ ഡിഫറെൻറ്റ് ടൈപ്പിലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടൈപ്പുള്ള ഫ്ലവറും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ സ്ഥിരം പോകുന്ന വേറൊരു ഷോപ്പാണ് ഡെക്കോർ ബൈ മിനിഷ എന്നും പറഞ്ഞിട്ട്, ഡെക്കോർ ഡയറി. അവിടെ ഇപ്രാവശ്യം ഞാൻ കുഷ്യൻസിന് മേടിക്കാനായിട്ട് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ എനിക്ക് നല്ല കുഷ്യൻസ് കിട്ടിയത്. അതൊരു എംബ്രോയ്ഡറി ചെയ്തൊരു കുഷ്യനായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനത് അവിടെ നിന്ന് മേടിച്ചു. പിന്നെ ഒരു യെല്ലോ തീമും ഒരു പീച്ച് കളർ തീമും വൈറ്റും ഗ്രീനും കൂടിയ ഒരു കളർ കോമ്പിനേഷനിലായിരുന്നു അവരെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രീനും യെല്ലോയും ആണ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ഓരോ എന്താണ് പറയുക, ഓരോ സെലിബ്രേഷൻസ് വരുമ്പം ഓരോ തീമിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്ന് പർച്ചേസ് ചെയ്ത് മേടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ വുഡ് ആപ്പിൾ. അപ്പോൾ നിങ്ങളിത് ഇവരുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. പ്രത്യേകം പറയാം, ഇത് ഈ രണ്ട് ഷോപ്പിൻ്റെയും പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എനിക്കിഷ്ടമുള്ള ഷോപ്പുകൾ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ ഞാൻ ഇതിന് മുമ്പും ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇവരുടെ ഐറ്റംസിനുണ്ടല്ലോ കുറച്ചും കൂടിയും ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത് വീഡിയോ കൂടെ. പിന്നെ കുറേ നമുക്ക് ഡെയിലി വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരത്തെ ഈ ബാസ്ക്കറ്റ്സും പിന്നെ ചെറിയ നമ്മളുടെ ഇപ്പം റിമോട്ട്സോ അല്ലെങ്കിൽ ടവലുകളും മടക്കി വെക്കാനോ ഒക്കെ പറ്റുന്ന മാതിരിയുള്ള ബാസ്ക്കറ്റുകളും പിന്നെ ചെറിയ ബാഗുകൾ അങ്ങനത്തെ ഒക്കെ ഉള്ളതെല്ലാം ഉണ്ട്. അതിപ്പം ഈ കയറിൻ്റെ പിന്നെ മറ്റേ പേപ്പറിൻ്റെ ബാഗ്സ് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ പല ടൈപ്പ്, അതിൽ ഓരോ ടൈമിലും ഓരോ ടൈപ്പാണ് കേട്ടോ വരാം. ഇപ്പം ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഒരു സ്റ്റോണിൻ്റെ ഒരു പോട്ടാണ്. പക്ഷെ അത് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പോട്ടും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പോട്ടുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, നമുക്കിവിടെ വലിയ ബൾക്കി പോട്ടുകളും ഉണ്ട്. അതായത് നമുക്ക് വലിയ പ്ലാന്റൊക്കെ വെക്കാൻ പറ്റുന്ന മാതിരിയുള്ള റിയൽ പ്ലാന്റ്സ് വെക്കാൻ പറ്റുന്ന മാതിരിയുള്ള പോട്ടുകളും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പോട്ട്സൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു പോട്ടും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വുഡിൻ്റെ തന്നെ കാൻഡിൽ ഹോൾഡേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രീൻ ഒരു ഷെയ്ഡിലുള്ള കളേഴ്സിലുള്ള പ്ലേറ്റ്സ്, അതായത് സെർവിങ് പ്ലേറ്റ്സുകൾ. അതല്ലാതെ നമുക്കിപ്പം ഡ്രൈ നട്ട്സ് കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റ്സുകൾ, കാൻഡിൽ ഹോൾഡേഴ്സ്. അത് ഈ ഗോൾഡനും ഗ്രീനും യെല്ലോയും ഒക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഭയങ്കര ഒരു റിച്ച് കോമ്പിനേഷനാണത്. ആ ഒരു കോമ്പിനേഷനിലുള്ള കുറേ ഡെക്കോർ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പർച്ചേസിങ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എൻ്റെ പ്ലാനായിരുന്നു പർച്ചേസിങ് പോക്ക് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു അന്ന് ഈവനിങ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് അവർ ഒന്ന് പൂളിൽ പോകാനൊക്കെ വേണ്ടി റെഡി ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നേരെ അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും നേരെ വന്ന് പൂളിലോട്ട് ചാടി. ഞാൻ ആ വക കാര്യങ്ങളെല്ലാം ഡെക്കറേറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നെല്ലാം ഒന്ന് ഒതുക്കി വെക്കാനും ഒക്കെ നിന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പൂളിൻ്റെ ഒരു ഏരിയ കേട്ടോ. ഈ രാത്രി ലൈറ്റ് ഇട്ടാലുണ്ടല്ലോ
നല്ല ഭംഗിയായി ഇവിടെ. കുറച്ച് കാറ്റും കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. അവർ പൂളിലിറങ്ങി, പൂള് നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. ചിലപ്പോൾ ഇത് സർവീസിനിട്ടിരിക്കുന്നതാണെങ്കിൽ ഞാൻ അവരെ ഇറക്കാറില്ല. ഇവർ വളരെ റയറായിട്ടാണ് ഇവിടുത്തെ പൂളിൽ ഇറങ്ങുന്നതും ഒക്കെ കേട്ടോ. ഭയങ്കര ഒരു റീഫ്രഷിംഗ് ആണ്. നമുക്ക് ഇത്രയും സൗകര്യം കാര്യങ്ങളെല്ലാം ഉള്ളപ്പം അത് നമ്മൾ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ വളരെ നാൾ കൂടിയിട്ടാണ് രണ്ടുപേരും ഇറങ്ങിയത്. ഈ വെക്കേഷൻ അവരെ കുറച്ചും കൂടി നന്നായിട്ട് സ്വിമ്മിങ് പഠിപ്പിക്കാനൊക്കെ വിടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. നമ്മൾ മേടിച്ച സാധനമൊക്കെ ഞാൻ പിറ്റേ ദിവസം കേട്ടോ എടുക്കുന്നത്. കാരണം എനിക്ക് വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിള്ളേർ പൂളിലൊക്കെ പോയി, പിന്നെ ലേറ്റായി ഞങ്ങൾ കിടക്കാനായിട്ട്. അപ്പം ഞാൻ ഇന്നാണ് എല്ലാം ഒന്ന് പാക്കൊക്കെ തുറന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ 2 ഷോപ്പിലാണ് പോയത്. അതിൽ ഒന്നിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. എൻ്റെ അടുത്ത് എപ്പോഴും പ്രൈസ് ചോദിക്കാറുണ്ട് ഓരോ ഐറ്റത്തിൻ്റെ. അതിപ്പം അവരിതുപോലെ ഇങ്ങനെ കോഡാണ് എഴുതി വയ്ക്കുക ഓരോ ഐറ്റത്തിലും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ചിലതിലുണ്ടാവും റേറ്റ്, ചിലതിൽ റേറ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഉണ്ടല്ലോ ഓരോ സ്ഥലത്തു നിന്ന് മേടിച്ചത് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇത് ഒരു പോട്ട് മേടിച്ചതാണ്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതിനൊരു 3000 തൊട്ട് ഇതിൻ്റെ റേറ്റ് ഇവിടെ ഉണ്ട്. 3700 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതെനിക്ക് ഈ ഒരു ടൈമിലല്ലാണ്ട് പിന്നെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാട്ടോ ഈ പോട്ട് മേടിച്ചത്. ഇതെനിക്ക് ഇങ്ങനത്തെ പോട്ടുകൾ എനിക്കിഷ്ടം. ഇവിടെ മുമ്പും ഉണ്ട് എൻ്റെ കയ്യിൽ. അവിടെ ഇതിപ്പോൾ ഞാൻ ഈ പോയ ഷോപ്പ് ഉണ്ടല്ലോ, ഈ പോട്ട് മേടിച്ച ഷോപ്പ് വുഡ് ആപ്പിൾ, അവിടെ നമുക്ക് വലിയ വലിയ പോട്ടുകളും ഉണ്ട്. നമുക്ക് ശരിക്കുമുള്ള പ്ലാന്റ്സ് വെക്കാൻ പറ്റുന്ന മാതിരത്തെ വലിയ പോട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പം കുറച്ചും കൂടി നല്ല പോട്ടുകൾ മേടിച്ച് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും ഐറ്റംസുകൾ ഫുള്ള് മേടിച്ചത് ഞാൻ കുര്യൻ ക്യൂരീസിൽ നിന്നാണ്. ഇത് മേടിച്ചത് വുഡ് ആപ്പിളിൽ നിന്നുമാണ് കേട്ടോ. ഇത്രയും ഐറ്റത്തിന് മൊത്തത്തിൽ എനിക്കൊരു 6000 ഒക്കെയാണ് വന്നത് കേട്ടോ. ഈ വുഡ് ആപ്പിളിൽ നിന്ന് അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട്. ഒരു 9500 ആ ഒരു അടുത്തൊക്കെയാണ് വന്നത്. അപ്പം ഞാൻ എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് ഇതിപ്പം ഞാനതിലെടുത്ത് കാണിച്ചിട്ടുണ്ട് പല സാധനങ്ങളും. ഇതൊരു കാൻഡിൽ ഹോൾഡറാണ് എൻ്റെ പ്രയർ യൂണിറ്റിലേക്കുള്ളത്. പിന്നെ ഈ വുഡിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനത്തെ മഷ്റൂംസിൻ്റെ ഇത് ഒറിജിനൽ വുഡാണ് കേട്ടോ. അതിൻ്റെ ഐറ്റംസുകളുണ്ട്. പിന്നെ ഇതുപോലെ എഗ് ഹോൾഡേഴ്സ്, നമുക്കിങ്ങനെ റാബിറ്റും കൂടി വരുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നിന്നൊരു സ്പൂൺ ഹോൾഡർ പൊട്ടിയായിരുന്നേ. അപ്പം അതിന് പകരം ഞാൻ വേറൊരു സ്പൂൺ ഹോൾഡർ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് ഇതും എഴുതിയിട്ടുണ്ട്. ഇത് 360 ആണ് കേട്ടോ. പിന്നെ 2 റാബിറ്റ്. അധികം ഒരുപാട് സാധനങ്ങളില്ല എൻ്റെ കയ്യിൽ ഈ ഈസ്റ്ററിന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ആ പോട്ടിലേക്ക് വെക്കാനായിട്ട് വുഡ് ആപ്പിളിൽ നിന്ന് എടുത്തത് ഇങ്ങനത്തെ കുറച്ച് ഇതിൻ്റെ ഒരു ഡിഫറെൻ്റ് ഒരു ഗ്രീൻ കളറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് 2 എണ്ണമാണ് എടുത്തത്. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒരു ബഞ്ചിന് 645 ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ഐറ്റംസുകളും മേടിച്ചിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് എനിക്കൊരു ട്രേ ഒക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം മേടിച്ചേക്കുന്നത്. ഇതെങ്ങനെയാണ് വെച്ച് വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോൾ ആകുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് കണ്ടോ, കുഷ്യൻ കവേഴ്സ് ഉണ്ട്. ഈ 4 കുഷ്യൻ കവേഴ്സും ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇതിന് ഒരെണ്ണത്തിന് വരുന്ന റേറ്റ് ഓൾമോസ്റ്റ് ഇത് 400 ഒരെണ്ണത്തിന്. ഇത് നല്ല ഭംഗിയുണ്ട്. 4 എണ്ണം ഇങ്ങനെ തന്നെയാണ് മേടിച്ചത്. ഇത് എംബ്രോയിഡറി ആട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഫുള്ള് സാറ്റിനും വന്നിട്ടുണ്ട്. സാറ്റിൻ്റെ എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇപ്രാവശ്യം ഈസ്റ്ററിന് ഒരു എന്താ പറയുക, അതിനൊരു എന്തായാലും ഓൾറെഡി എൻ്റെ വീട്ടിൽ പേർപ്പിൾ ആൻഡ് ലൈറ്റ് പേർപ്പിളും ഡാർക്ക് പേർപ്പിളും ഒക്കെ ഷെയ്ഡായിട്ടുള്ള ഒരു ഇതിലാണ് ഫ്ലവേഴ്സ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ഫ്ലവേഴ്സാണ് ഇപ്രാവശ്യം ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒരു ഗ്രീനും കൂടി മിക്സ് ആകുന്ന മാതിരി, ഒരു ബ്രൗണും ഗ്രീനും കൂടി മിക്സായി വരുന്ന മാതിരിയാണ് കൂടുതലും ചെയ്തേക്കുന്നത്. പിങ്കും ഇതും ഒക്കെ കൂടി വരുന്ന മാതിരി കേട്ടോ. ഒരു പിങ്ക്, ലൈറ്റ് ബ്ലൂ, ഗ്രീന്, വൈറ്റ്, ക്രീം, ഇതെല്ലാം ഈ ഒരു ഈസ്റ്ററിൻ്റെ ടൈമിൽ സെറ്റായി പോകുന്ന കളറുകളാണ്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പം തുടങ്ങാം.
കുറേ നാളല്ല, ഒരു 2-3 ആഴ്ചയായിട്ടുള്ള പണിയാണ് കേട്ടോ ഈ ഫ്ലവേഴ്സിൻ്റെ പുറകിലുള്ള ഈ പണി. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ മാതിരിയാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫ്ലവേഴ്സാണ് ഇപ്രാവശ്യം ഈസ്റ്ററിന് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ഈ ട്രേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഇപ്പം നമ്മുടെ ക്രിസ്മസിനൊക്കെ ക്രിബ് ഇത് മറച്ചിട്ടിട്ടൊക്കെ ആട്ടോ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ മഷ്റൂം, ഇത് ശരിക്കും ഇരിക്കില്ല. ഇത് ഞാൻ കുര്യൻ ക്യൂരിയോസിൽ നിന്ന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം കണ്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഗ്ലൂ ഗൺ ഇട്ടിട്ട് ഉറപ്പിച്ച് വെച്ചു. പിന്നെ ഇതുപോലെ ഇതും ഞാൻ കഴിഞ്ഞ വർഷം ഇത് ആമസോണിൻ്റെ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഡെക്കറേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ ഈ ഡ്രൈ മോസസും കൂടി ഇട്ടിട്ടുണ്ട്. ഫ്ലവർ ഉണ്ടാക്കിയത് ഇപ്രാവശ്യം ഈ ഡാഫഡിൽസ് ആണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ, ഈ വൈറ്റ് ഇതുപോലത്തെ കൊടുത്തിട്ടുണ്ട്. പുറകിൽ വേറെ ഒരു ടൈപ്പ് വൈറ്റ് ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലവർ ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ്, റെയിൻ ഡ്രോപ്സ്. അപ്പോൾ ഇത്രയും, പിന്നെ ഈ ലീഫുകളും അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ആയിട്ട് ഈ വർഷത്തെ ഒരു ഫ്ലവർ ഡെക്കറേഷൻ ഇതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഫ്ലവർ ഡെക്കറേഷൻ ഇത് രണ്ടുമാണ്. അതായത് കണ്ടോ, ഇതും ഈ വർഷം ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദുബായിൽ നമ്മൾ ഐക്യയിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ഫ്ലവറിൻ്റെ ഇത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം എനിക്ക് ഈസ്റ്റർ ആകുമ്പോഴത്തേനും ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കി വെക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത്. പക്ഷെ അത് ഉണ്ടാക്കി വന്നപ്പോൾ കറക്റ്റായി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഫ്ലവർ ഡെക്കറേഷൻ. പിന്നെ ഒന്ന് ഇതാണ്, ഇത് കണ്ടോ, ഈ ഫ്ലവേഴ്സുമാണ് വന്നിട്ടുള്ളത്. അതിലെനിക്ക് ഏറ്റവും ഈ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ യെല്ലോ ഫ്ലവേഴ്സാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് മാത്രമായിട്ടാണെങ്കിലും നമുക്ക് ഒരു ബഞ്ചുണ്ട്. പക്ഷേ ഇത് നല്ല ടൈം എടുക്കും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിൻ്റെ ആണെങ്കിലും നല്ല ഭംഗിയാണ് ഓരോ ഇതും കാണാനായിട്ട്, ഫ്ലവേഴ്സ് കാണാനായിട്ട് നല്ല സമയമെടുക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും ലീഫ് വ്യത്യാസമുണ്ട്, ബഡ് കാര്യങ്ങളെല്ലാം വരുന്ന പോലെയൊക്കെ ആക്കിയിട്ട്. ഈ യെല്ലോൻ്റെ ഒരു 4 ബഞ്ചാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായ ഫ്ലവർ. പക്ഷേ ഇത് ഒരുപാട് സമയമെടുത്തു ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഡെക്കറേഷൻ. പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ചത് ആ ബണ്ണിയുണ്ട്, പിന്നെ കുറച്ച് മാറ്റുകൾ ചെയ്തതെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രീനും ബ്രൗണും ഒക്കെ കൂടിയ ഒരു തീമിലാണ് ഇപ്രാവശ്യം നമ്മൾ ഇടുന്നതെന്നുള്ളത്. റണ്ണറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഈസ്റ്ററിന് മേടിച്ച റണ്ണറാണ്. അത് ഈ ഈസ്റ്റർ ആയപ്പോഴത്തേനുമാണ് ഞാൻ ഇതിൻ്റെ ക്രോഷിയുടെ വർക്ക്സ് എല്ലാം ബോർഡറെല്ലാം ചെയ്തിട്ട് ഇതുപോലെ കണ്ടോ, ഇതിൻ്റെ ഫുൾ ബോർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഡൈനിങ് ടേബിളിൽ കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പം 2 ലെയറൊക്കെ ഇടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കേട്ടോ. റണ്ണേഴ്സിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ബ്രൗണിൻ്റെ ഒരു ഇതും കൂടി കൊടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇട്ട് നോക്കാം, ഭംഗി ഉണ്ടാവുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ സ്ഥലമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം.
അപ്പോൾ നമ്മളുടെ ഈസ്റ്റർ ഡെക്കറേഷൻസൊക്കെ ഒരുവിധമായി കേട്ടോ. ചെറിയൊരു ഡെക്കറേഷനാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം ചെയ്തത്. ഇത് പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് മേടിക്കുന്നത്, ഡ്രസ്സ് കളക്ഷൻസ് ഒന്ന് കാണിക്കാമോ എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈസ്റ്ററിന് വേണ്ടി മേടിച്ചതാണ്. 1-2 എണ്ണം ഓൾട്ടർ ചെയ്യാൻ കൊടുത്തേക്കുക കേട്ടോ. അത് കിട്ടിക്കഴിയുമ്പം ഞാനത് ഇടുമ്പം ഞാൻ പറയാം. ഇതിപ്പോൾ എനിക്ക് മോക്കും സെയിമായിട്ട് മേടിച്ചൊരു ടോപ്പാണ്. ഇത് പാരീസിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അതായത് ഇങ്ങനത്തെ ഒരു ഇത് കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരിതാണ്. ഇവിടെ മാത്രമാണ് ഇതിൻ്റെ ഈ പോക്കറ്റ് ഉണ്ട്, ഇവിടെ മാത്രമാണ് ഇതിന് വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ്, ഒരു ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു നല്ല ബട്ടൺ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ സ്ലീവ്ലെസ് ആണ് മോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വേണം, ഇത് തന്നെ സ്ലീവ്ലെസ്സും ഉണ്ട്. ഈ ബ്രൗൺ ഷെയ്ഡ് ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല, അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇതെടുത്തത് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത വേറെ ഒരെണ്ണം ഇതാണ്. ഇത് ഫുൾ കോട്ടനാണ്, സ്ട്രൈപ്സ് ആയിട്ടുള്ളത്. ഇത് കണ്ടോ, ഫുൾ കോട്ടനാണ്. ഇതും ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ് എടുത്തത്. പിന്നെ എടുത്തത് ഒരു കോട്ടയുടെയാണ്. അത് നല്ല രസമുള്ളൊരു അത് ഞാൻ ഓൾട്ടർ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് കിട്ടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈസ്റ്റർ പർച്ചേസിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. ബൈ.